ഒന്ന് നിന്നേ. സോഹമോൾ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേ വരുന്നത്? ഇനി കയറി വാ. സോഹ, മമ്മ, വെൽക്കം ബാക്ക് ടു അവർ ഹോം. താങ്ക് യു. ചേച്ചി ഇതെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കയറി വായോ. ആഹാ, സോഹ എത്തിയോ? കൊച്ചാ, മതി മതി, വേഗം ചെല്ല്. എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. സോഹ വാ. ഞാനിപ്പോൾ ഫ്രഷ് ആവുന്നുണ്ട് മുത്തശ്ശി. സോഹ വന്നേ. മോളെ അവൾ പിന്നെ ഫ്രഷ് ആയിക്കോളും, നിങ്ങൾ ചെല്ല്. ജോചേട്ടാ, ഇവിടെ നമുക്ക് പപ്പ വാങ്ങിക്കുന്ന ടോയ്സ് എല്ലാം. ആ സോഹ വാ, ഞാൻ കാണിച്ചു തരാം. പയ്യെ പോ മക്കളെ. ആ അമ്മേ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ആ മോളെ. എത്ര കാലത്തിന് ശേഷം ഈ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകുന്നേ. എൻ്റെ വേദ് എത്ര ഹാപ്പിയാണ്. പർവ്വതം പോലെ ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? ഇത് ഈ നേരത്തെ വിളിക്കുന്നത് ജതിനോ? ഇവനെന്തിനാ ഇപ്പൊ ഇവിടെ വിളിക്കുന്ന? ഫോൺ എടുക്കണോ അല്ലേ വേണ്ട? ഒന്ന് എടുത്തു നോക്കാം. ഞാനിവിടെ എൻ്റെ ഫോണിൽ എന്താ ചെയ്യുന്നത്? ജതിൻ, ഹലോ ജതിൻ. ഇവളിപ്പോ എന്തിനാ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയെ? ഇവയ്ക്കിനി അവനെ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവളുടെ ഹസ്ബൻഡല്ലേ. പിന്നെ അവൾക്കെന്നാ എൻ്റെ മുമ്പിൽ സംസാരിച്ച അതിന് മാത്രം ഇവർക്ക് എന്താ പറയാനുള്ളത്? ഷിറ്റ്, നീ ഇതൊക്കെ എന്തിനാ ആലോചിക്കുന്നത്? ഇതെന്താ ഈ കാണിക്കുന്നത്? കൈവിട്. സോന, എനിക്ക് എന്നോട് മക്കളെ ഫുഡ് എടുക്കുക. സോന, മോളെ നിനക്ക് മതിയോ? അല്ല, അവനെവിടെ പോയി? ഡാ, നീ ഇതെങ്ങോട്ടേക്കാ? വാ, ഫുഡ് കഴിക്കും. വേണ്ട, എനിക്ക് കുറച്ച് വർക്കുണ്ട്. വന്നേ, ഫുഡ് കഴിക്കും. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അല്ല, ഇവനിതിപ്പോൾ എന്താ പറ്റി? പോണവരൊക്കെ പോട്ടെ, നിനക്കെന്താ? നിനക്കും പോണോ? പോണെങ്കിൽ പൊക്കോ. ഞാനൊന്നും പറയുന്നത് കേട്ട് ഇവിടെ ആരും നിൽക്കണ്ട. ഇതിപ്പോൾ ഞാനെന്താ ചെയ്തേ? അമ്മേ, ചേട്ടൻ ചിലപ്പോൾ വർക്ക് ഉണ്ടായിട്ടായിരിക്കും. പിന്നെ ഈ നട്ടപ്പാതിരക്കല്ലേ വർക്ക്. അവൻ്റെ വർക്ക് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി.
ഞാനൊന്നും അറിയുന്നില്ലെന്ന് അവൻ വിചാരിക്കണ്ട. പോയവരൊക്കെ പോയി വരട്ടെ. നീ കുട്ടിക്ക് ഫുഡ് കൊടുക്കും. ഇതെന്താ ഇത്ര നേരമായിട്ട് ഇവിടെ ഉറങ്ങിയില്ലേ? നീ എന്താ കിടന്നില്ലേ? ഓ, എങ്ങനെ കിടക്കാനാ? അവനെ വിളിക്കായിരിക്കുമല്ലേ? വേദ്, എന്തേ? നീ വിളിച്ചോ? ഞാനായിട്ട് ആരെയും ശല്യം ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം, നിനക്ക് പോണേ പോവാം, പക്ഷെ എൻ്റെ മക്കളെ കൊണ്ടുപോകാൻ നീ വിചാരിക്കേണ്ട. വേദ്, താൻ എന്തൊക്കെയാ പറയുന്നത്? എന്താ ഞാനെന്താ പറയുന്നത്? ഉള്ളതല്ലേ പറയുന്നത്. തനിക്കെന്താ? ഒന്ന് പയ്യെ സംസാരിക്കും. പിന്നെ പയ്യെ സംസാരിക്കാം. എനിക്കൊന്നുമില്ല. അപ്പൊ തനിക്കൊന്നുമില്ലേ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. തനിക്കൊന്നുമില്ലേ? വേദ്, നോക്ക്, തനിക്ക് ഞാൻ അങ്ങനെ എന്നൊക്കെ തോന്നുന്നുണ്ടോ? നീ മാറ്, എനിക്ക് കിടക്കണം. കിടക്കാനൊക്കെ കിടക്കാം, തന്നിത് പറഞ്ഞിട്ട്. നീ മാറിയേ. നിക്കടെ. സോന, നീ മാറിക്കേ. വേദ്, വേദ്, വേദ്. മമ്മ, പപ്പ. ഓ, ശിവന്മാര്. എന്തോന്നാ വേദ് താനിങ്ങനെ? ബാ കയറി വാ. സ്വാതി, എന്താ? ഇപ്പോഴേ നമ്മുടെ സോഹമോളൊക്കെ വന്നപ്പോഴത്തേനും നിനക്ക് എന്നെ വല്ല മൈൻഡൊന്നുമില്ല. എന്തരത്തിക്കത്? അവർ കൊച്ചുകുട്ടികളല്ലേ? നിനക്ക് കൊച്ചുകുട്ടികൾ അത്ര ഇഷ്ടമാണ്? പിന്നെ കൊച്ചുകുട്ടികൾ ആർക്കും ഇഷ്ടമില്ലാത്ത? അപ്പം എനിക്ക് വേണം ഒരു കൊച്ചുകുട്ടിയെ. ഓ, നിന്റെ ചാട്ടം എങ്ങോട്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മരിക്ക് പോയി കിടക്കാൻ നോക്ക്. സ്വാതി, ഋത്തിക്കായിട്ടില്ല, ഞാൻ പറയാം. പോ ചെല്ല്. സ്വാതി, എന്താടാ? ഈ കാലുവേദന എന്നെ കൊണ്ടേ പോകുന്ന തോന്നുന്നത്. എന്തൊരു വേദനയാണ്. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം, ഇല്ലേ ഇങ്ങനെ വേദനിക്കും. എൻ്റെ പൊടിന് സത്യമോ, ഇത് ഈ ചെറുപ്പകാലമൊന്നുമല്ല. നീ എവിടെയായിരുന്നു? ഞാൻ ഓർത്തതേ ഉള്ളൂ. മെഡിസിനൊക്കെ ലേറ്റായി കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇരിക്കാ, കഴിക്കേ. നീ കിടന്നില്ലേടാ? ഞാൻ കിടക്കുമായിരുന്നു, അപ്പോഴാ ഓർത്തെ. പിള്ളേരും ഇന്ന് അവിടെ കിടന്നു കാണുമല്ലേ? ജോ അവിടെ ഉണ്ട്.
എന്നാ നീ ചെല്ല്. ഓക്കെ അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. ദേ രണ്ടാളോടും കൂടി പറയുകയാണേ, വെള്ളത്തിലൊക്കെ കളിച്ചാൽ മതി. ജോ ഇറങ്ങി വന്നേ. സോഹ നീ എൻ്റെ അടുത്ത് മേടിക്കുവേ. വന്നേ വേഗം പോയി ഡ്രസ്സ് മാറ്റും. ചെല്ലു വേഗം രണ്ടാളും. എൻ്റെ പൊന്നു സ്വാതി, ഇത് എത്ര നേരമായി നീ ഇങ്ങനെ? നിക്ക് ഋത്തിക് കഴിഞ്ഞു. എന്താ സ്വാതി, എന്താ പരിപാടി? ആ ചേച്ചി, അതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഋത്തിക്കിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവൻ എന്നോട് പറയായിരുന്നു അവന് പ്രിഞ്ചോൾ ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനോർത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. നല്ല കാര്യമാണല്ലോ. ചേച്ചിക്ക് അറിയാം വല്ല ഡിഷും? ഓക്കെ, നമുക്ക് ഈവനിങ് ഉണ്ടാക്കാം പോരെ? ഓക്കെ ചേച്ചി. ഡാ മക്കളെ, മര്യാദയ്ക്ക് ഫുഡ് വെച്ചിട്ട് പോടാ. മുത്തശ്ശിനി വന്നിട്ട് കഴിക്കാം. ആ നോക്കിപ്പോ. അമ്മ ഞാൻ ഇറങ്ങാം. ശരി മോനെ, പോയിട്ടോ. ആ ക്ലാസ് വിടാൻ ടൈമായല്ലോ, ഞാൻ ചെന്ന് അവരെ പിക്ക് ചെയ്ത് തരാം. ആ മോനെ ചെല്ല്. മുത്തശ്ശി ഞങ്ങൾ വന്നു. ആഹാ, വേഗം ചെല്ല്. രണ്ടാളും വേഗം പോയി കുളിച്ചിട്ട് വാ. മുത്തശ്ശി ഫുഡ് എടുക്കാട്ടോ. ഓ സ്ട്രോബെറി കേക്ക്. മുത്തശ്ശി ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അതെനിക്കറിയാലോ, അതുകൊണ്ടല്ലേ ഞാൻ ഇതുണ്ടാക്കിയത്. മുത്തശ്ശി എനിക്ക് സ്ട്രോബെറി അത്ര ഇഷ്ടമല്ല, എനിക്ക് ബനാനയാണ് ഇഷ്ടം. അതെയോ, മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇത് നോക്ക്, ഏയ് ബനാന മിൽക്ക് ഷേക്ക്. രണ്ടാളും വേഗം കഴിക്കും. സുഹ വേഗം വന്നേ, ഈ ഹോംവർക്കെല്ലാം ചെയ്ത് തീർക്ക്. നീ ഈടായിട്ട് നല്ല ഉഴപ്പാട്ടോ. ഓക്കെ മമ്മി. ആ ജോമൻ എന്താ അവിടെ നിൽക്കുന്നത്? കയറി വാ മോനെ. മോനും പഠിക്കാനൊക്കെ അല്ലേ? വാ, മമ്മ പഠിപ്പിച്ചിരാം. മമ്മ എന്താടാ? മമ്മ ഞാൻ മമ്മയെ ഒരുപാട് മിസ് ചെയ്തു. സോഹമോളെ പോലെ തന്നെ എനിക്ക് മമ്മയെല്ലാം പഠിപ്പിച്ചിടാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും മുത്തശ്ശി എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പപ്പ പോലും ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. സോറി മോനു, മമ്മ നിന്നോട് സോറി അറിയാം. ഐ എം സോറി. അതൊക്കെ വിട്, ഇപ്പം മമ്മ മോൻ്റെ കൂടെ ഇല്ലേ? ഇപ്പം മമ്മയും സോഹയും എല്ലാവരും ഉണ്ടല്ലോ. ലവ് യു മമ്മ. ലവ് യു മോർ. സ്വാതി, നീ എല്ലാം കൊണ്ടുവച്ചോ. ഫുഡ് കഴിക്കാം, ഞാൻ അവരെ വിളിക്കാം. ആ ശരി അമ്മ. ഇതെന്താ? ആ അമ്മേ, അത് ഞാൻ പറയാൻ മറന്നു. ഞാനൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്താ. ഇത് ബ്രിഞ്ചോൾ വെച്ചല്ലേ ഉണ്ടാക്കിയ? നിനക്കറിയില്ലേ ഇത് വേദന ഇഷ്ടമല്ലെന്ന്? അമ്മ അത് പിന്നെ ഞാൻ സ്വാതി, ഞാൻ പറഞ്ഞല്ലേ അവൻ ഇത് ഇഷ്ടമല്ല. ഇതിപ്പോൾ കണ്ടാൽ അത് മതി, പിന്നെ ഒന്നും കഴിക്കലുണ്ടാവില്ല. ചെല്ല്, നീ അതുകൊണ്ട് കളഞ്ഞു. അമ്മ അത് ഞാൻ ഋത്തിക്കിന് വേണ്ടിയാ. ഇതെന്താ സ്വാതി, ഇവിടെ എല്ലാവർക്കും ഒരു ഫുഡ് മതിയില്ലേ? എന്തിനാ അവൻ ഇവനെന്നൊക്കെ? സ്വാതി നീ ഇതങ്ങോട്ടേക്കാ. നീ ഇത് ഋത്തിക്കിന് വേണ്ടി ഉണ്ടാക്കിയല്ലേ, പിന്നെന്താ? വേദിന് ഇഷ്ടമല്ലെങ്കിൽ വേദ് കഴിക്കണ്ട. എന്താ സോന, എന്ത് പറ്റി? നീ ഇത് ഋത്തിക്കിന് കൊടുക്ക. ചേച്ചി അത് വേണ്ട. ഈ വീട്ടിൽ വേദ് മാത്രമൊന്നുമല്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. നീ കൊണ്ടു കൊടുക്ക. എന്താ സ്വാതി, എന്താ പ്രശ്നം? ചേട്ടാ അത് പിന്നെ ഞാൻ പറയാം. സ്വാതി ഋത്തിക്കിന് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി. അത് ബ്രിഞ്ചോൾ വെച്ചാ. തനിക്കത് ഇഷ്ടമല്ലെന്നാ തൻ്റെ അമ്മ പറയുന്നത്. അതുകൊണ്ട് അത് കൊടുക്കണ്ട. എന്താ അമ്മ, അവളത് ഋത്തിക്കിന് വേണ്ടി ഉണ്ടാക്കിയാണെങ്കിൽ അവൻ കഴിച്ചോട്ടെ, എനിക്കല്ലേ ഇഷ്ടമല്ലാത്ത. ആ ഇതന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ തൻ്റെ അമ്മ തനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാക്കില്ലല്ലോ. ഈ വീട്ടിൽ താൻ മാത്രമല്ലേ ഉള്ളൂ. തൻ്റെ ഇഷ്ടങ്ങൾ നോക്കാൻ തൻ്റെ അമ്മയുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളൊക്കെ ആര് നോക്കും? അതൊന്നും ഇവിടെ ആർക്കും അറിയാൻ വേണ്ടല്ലോ. ഇതിപ്പം മാത്രമല്ല, പണ്ടും ഇവിടെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ തൻ്റെ ഇഷ്ടങ്ങൾ തൻ്റെ അമ്മയ്ക്കും തൻ്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ തനിക്കും. ഇത് മാത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. സോന മതി നിർത്ത്. സ്വാതി, നീ അത് അവന് കൊണ്ടുകൊടുക്കുക, അവൻ കഴിച്ചോളും. കഴിയില്ലേ? എന്താ ഇത് പറയുമ്പോൾ മാത്രം തൻ്റെ വായ ഇറങ്ങിപ്പോയോ? ഇതിന് മാത്രം തനിക്ക് ഉത്തരം ഉണ്ടായില്ല അല്ലേ? സോന നിർത്ത്.
വേദ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഋത്തിക്കും തന്നെ പോലെ തന്നെയല്ലേ ഇവിടെ? തൻ്റെ അമ്മയുടെ മോൻ തന്നെയാണല്ലോ. പിന്നെ ഋത്തിക്കിനില്ലാത്ത എന്ത് പ്രത്യേകത തനിക്കുള്ള? ജോക്കില്ലാത്ത എന്ത് പ്രത്യേകത സോയ്ക്കുള്ള? താനെന്തിനാ ഇപ്പം അത് ഇതിലേക്ക് വലിച്ചേക്കുന്നത്? ആ, നിന്റെ ചോദ്യം അതായിരുന്നെങ്കിൽ എൻ്റെ ചോദ്യം ഇതാ. നീ ആദ്യത്തിന് ഉത്തരം പറ. വേദതും എന്തേ നിനക്കൊന്നും പറയാൻ പറ്റുന്നില്ല? ഇതൊരു പ്രാവശ്യമൊന്നുമല്ല, നീ ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ടാ. നിന്റെ പ്രശ്നം എന്താ? ആക്ച്വലി നിന്റെ കണ്ണിൽ എപ്പോഴും എൻ്റെ അമ്മയുടെ ഫോൾട്ട് മാത്രമേ കാണാൻ പറ്റുന്നു. നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാം ശരിയാണെന്നാണോ നിൻ്റെ വിചാരം? നീ എപ്പോഴും പറയാറുണ്ടല്ലോ എൻ്റെ അമ്മയ്ക്ക് 2 മക്കളും ഒരുപോലെയല്ലെന്ന്. അതുപോലെ തന്നെയല്ലേ നീ കാണിക്കുന്നത്. ആ, നിനക്കും അവർ രണ്ടും ഒരുപോലെ ആയിരുന്നെങ്കിൽ നീ ജോയ് ഒരിക്കലും ഇവിടെ ഒറ്റയ്ക്കാക്കി പോവില്ലായിരുന്നല്ലോ. അതും അവന് വെറും 8 മാസം പ്രായമുള്ളപ്പോൾ. പിന്നെ അതും പോരാഞ്ഞിട്ട് അന്നേരം മുതൽ ഇന്നേ വരെ നീ കാണുന്ന രീതിയിലേക്ക് അവനെ മാറ്റിയത് എൻ്റെ അമ്മ മാത്രം. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാനാ? ഇതൊന്നും അറിയാൻ പോലും നീ ശ്രമിച്ചിട്ടില്ലല്ലോ. അതാ സത്യം. ഞാൻ വേണ്ടെന്ന് വെച്ചിരിക്കും നിങ്ങളെൻ്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ പറ്റി കുറ്റം പറയാൻ നിനക്ക് വേദൊന്ന് നിർത്ത്. മതി, ഇതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ഇനി എന്തിനാ? നോക്ക്, എല്ലാ അമ്മമാർക്കും അവരുടെ മക്കളെ സ്വന്തം കണ്ണുപോലെ. രണ്ടിനും ഒരേ പ്രാധാന്യം. ഒന്നിനോട് ഇഷ്ടക്കൂടുതലോ ഒന്നിനോട് ഇഷ്ടക്കുറവോ ഒന്നുമില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ മനസ്സിലാവാനാ? സോന, മോളെ നീ റൂമിലേക്ക് ചെല്ല. സ്വാതി, മക്കൾക്ക് ഫുഡ് കൊടുക്കാം. ശരി അമ്മ. വേദ്, നീ സോനയുടെ അടുത്തേക്ക് ചെല്ല. അമ്മ. വേദ്, അവൾ നിന്റെ ഭാര്യ. ചെല്ല. സോന, സോറി. നീ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനെന്തൊക്കെയോ ഞാൻ ജോയിടെങ്കിലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഐം സോറി, പറ്റിപ്പോയി. ഞാൻ ഇന്നേ വരെ വേണമെന്ന് വെച്ച് ജോയെ അവോയ്ഡ് ചെയ്തിട്ടില്ല. എനിക്ക് പറ്റിപ്പോയി. വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. സോന, ഇറ്റ്സ് ഓക്കെ. ഐ നോ. ഞാൻ ആ നേരത്തെ എന്തൊക്കെയോ. ഐ എം സോറി. നീ അത് വിട്. ജോയ് ഇതുപോലെ വിചാരിക്കുന്നുണ്ടാവില്ലേ? എനിക്ക് മര്യാദയ്ക്ക് അവനെ നോക്കാൻ പോലും പറ്റിയിട്ടില്ല. സോന, അങ്ങനെയൊന്നുമില്ല. അവൻ നിന്നെ മനസ്സിലാക്കും. അവൻ നമ്മുടെ മോനെ. ഇല്ല വേദ്, തനിക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അവൻ. സോന, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞ? ട്രസ്റ്റ് മീ, അവൻ ഇങ്ങനെയൊന്നും വിചാരിക്കില്ല. നീ കണ്ടതല്ലേ, നീ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി അവനായിരുന്നു. സോന, പോയത് പോട്ടെ. നമ്മുടെ കയ്യിൽ ഇനിയും ടൈമുണ്ട്. ഈ പോയ കാര്യങ്ങളെല്ലാം മാറ്റാൻ നിനക്ക് കിട്ടിയൊരു അവസരം. നീ എങ്ങനെയാണ് അവനെ സ്നേഹിക്കാൻ ആഗ്രഹിച്ച് അവന് കൊടുക്കാനുള്ള എല്ലാ സ്നേഹം ഇനി നീ കൊടുക്ക്. സോന, ഐ എം ഷുവർ യു ആർ ദ ബെസ്റ്റ് മോം ഇൻ ദ വേൾഡ്. സോഹയോട് ചോദിച്ചാൽ അറിയാം. സോഹയ്ക്ക് നിന്നെപ്പറ്റി പറയാൻ 100 നാവാം. അതിനർത്ഥം എന്താ? യു ആർ ദ ഗ്രേറ്റ് മോം. സോഹയെ പോലെ തന്നെ അവന് വേണോടി നിന്റെ സ്നേഹം. പപ്പ, ജോ, ഇവിടെ എന്താ? സോഹ, നീ വല്ലതും കണ്ടോ? ഞാനൊന്നും കണ്ടില്ല. ഞാൻ ചെറുതായിട്ട് കണ്ടു. ഇങ്ങോട്ട് വാട. കള്ളിപ്പൂച്ച ഒളിച്ചിരിക്ക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? തനിക്കെപ്പോഴെല്ലാം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തൻ്റെ അമ്മ എപ്പോഴെങ്കിലും ചേട്ടനെ കൂടുതൽ സ്നേഹിക്കുന്നത്? നീ എന്താ ഈ ചോദിക്കുന്ന സ്വാതി? എനിക്ക് ഇന്നേ വരെ അങ്ങനെ തോന്നിയിട്ടില്ല. അമ്മ എപ്പോഴും ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ സ്നേഹം തന്നെ.
ഇനി അഥവാ അമ്മ ചേട്ടൻ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമുണ്ട്. നിനക്കറിയും, ഞങ്ങൾ രണ്ടോളും ഭയങ്കര ചെറുതായപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചേ പിന്നെ അമ്മയും ഞങ്ങൾ ഒറ്റയ്ക്ക്. ഞങ്ങളെ വളർത്താനോ പഠിപ്പിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അന്നേരം എന്നെ പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ ചേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ. ചേട്ടൻ അത്രയും ചെറുപ്പത്തിൽ മുതലാണ് പല ജോലികളും ചെയ്ത് ഞങ്ങൾ രണ്ടുപേരെയും നോക്കി. അപ്പോൾ പിന്നെ എനിക്കെന്തോ പ്രശ്നം. ചേട്ടനാ സത്യം പറഞ്ഞ ചേട്ടൻ്റെ യങ് ഏജൊന്നും മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റാഞ്ഞു. കാരണം ചേട്ടൻ ഫുൾ ടൈം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. അതിൽ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് ചേട്ടനെ ചെറുപ്പത്തിലെ ജോലിക്കൊക്കെ വിട്ടേ. പിന്നെ അങ്ങേരെ പോലെ ഒരു മനുഷ്യനെ ചേട്ടനായി കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം. ശരിയാ. പിന്നെ ഋത്തിക്, താൻ പറഞ്ഞ കാര്യം ഞാനൊന്ന് അളയിച്ചു. എന്ത് കാര്യം? കുഞ്ഞാവിടെ കാര്യം. കുഞ്ഞാവേ? ഏത് കുഞ്ഞാവ? ഋത്തിക്. ഓ, അതൊക്കെ ഓക്കെയാണ്. कहानी की मेरी साथिया है जुबान तू ही, कहानी की मेरी साथिया है जुबान तू ही, ख्वाबों से भी हंसी जो लगे वो सुबह तू ही है मेरी बंदगी में कोई तो दुआ तू ही कि तुझसे ही जादू ही जादू जादू ही जादू जादू ही लगे ये जिंदगी कि तुझसे ही जादू ही जादू जादू ही जादू ही जादू ही लगे ये जिंदगी है जीने की मेरे अब कोई तो वजह तू ही कि तुझसे ही जादू ही जादू जादू ही जादू जादू ही लगे ये जिंदगी। मैं पूरे का पूरा हूँ मैं अब नहीं कि उसमें से आधा है तू, या मुमकिन है मुझ में ही रहने लगा मुझसे भी ज्यादा है तू। हाँ, मैं पूरे का पूरा हूँ मैं अब नहीं कि उसमें से आधा है तू, लफ्जों में बोली जाए ना बरकतें जो तू लाया है। हाँ, मानो सारा जहां मेरे आंगन में सिमट आया है कि तुझसे